സോ ഗൈസ്, അപ്പോൾ ഇത് നമ്മൾ കാണുന്ന ഹെവൽസിൻ്റെ ഒരു ACCL നമുക്ക് കിട്ടിയിട്ടുണ്ട്. ACCL ചേഞ്ച് ഓവർ ആവുന്നില്ല, ഓട്ടോമാറ്റിക് ചേഞ്ച് ഓവറാണിത്. ഓട്ടോമാറ്റിക് ചേഞ്ച് ഓവർ ഹെവൽസിൻ്റെ. അപ്പം ഇതിൽ വരുന്നത് AC ഇൻപുട്ട്, ജനറേറ്റർ, ലൈന്, ന്യൂട്രൽ, ലോഡ് സൈഡ്, ഔട്ട്പുട്ട് എടുക്കുന്നു ഫേസ് ന്യൂട്രലും. ഇതിനാണ് ACCLൻ്റെ കണക്ഷൻ. എന്നോട് പറഞ്ഞുതരാം. നമ്മൾ KCB ലൈൻ മെയിൻസ് വന്നു, ലൈൻ ആൻഡ് ന്യൂട്രൽ, അടുത്ത് ജനറേറ്ററിൻ്റെ ലൈൻ ആൻഡ് ന്യൂട്രൽ വെച്ച് കൊടുത്തു. നെക്സ്റ്റ് വന്നിട്ട് ഔട്ട്പുട്ട് ലോഡ് ലൈൻ ആൻഡ് ന്യൂട്രൽ എടുത്തു. അതിനാണ് ACCLൻ്റെ കണക്ഷൻ കൊടുക്കുന്നത്. ഇതിൽ ഇൻഡിക്കേഷൻസ് ഉണ്ട്. മെയിൻസ്, ജനറേറ്റർ, ലോഡ്, പിന്നെ ഓവർലോഡ് ട്രിപ്പ് ഉണ്ട്. ഇവിടെ ഒരു റീസെറ്റ് ബട്ടണും ഉണ്ട്. ഇതാണ് ഇതിലുള്ള റീസെറ്റ് ബട്ടൺ ഉണ്ട്. ഇലക്ട്രോണിക് ഡിവൈസാണ്, പവർ ഇലക്ട്രോണിക്സിൽ പെടുന്ന ഒരു ഡിവൈസാണ്. ഇതിൻ്റെ മുകളിൽ ഇതിന് കൊടുക്കേണ്ട ഡയഗ്രാംസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഏതൊരു ഇലക്ട്രിക്കൽ ബേസ് അറിയുന്ന ഒരാൾക്കും ഇത് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇത് നമ്മുടെ ഇത് കണക്ഷനല്ല, ഇത് നമുക്ക് ഒരു കംപ്ലൈൻ്റ് ആയിട്ട് മെയിൻ്റനൻസ് വന്ന ഒരു ACCLാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് അഴിച്ചു നോക്കാം. ഇതിൻ്റെ റിലേ വർക്കിംഗ് ചെയ്യുന്നില്ല, ചേഞ്ച് ഓവർ ആവുന്നില്ല എന്നാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. അപ്പം എന്താണ് കംപ്ലൈൻറ്റ് എന്ന് നമുക്ക് നോക്കാം. ഇതാണ് എൻ്റെ റീസെറ്റ് ബട്ടൺ. ട്രേസ് ചെയ്യാം. ഓൺലി കംപ്ലൈൻറ്റ് ട്രേസ് ചെയ്യാനേ പറ്റുള്ളൂ. ഇതിൻ്റെ മെറ്റീരിയൽസ് പോയത് നമുക്ക് വാങ്ങണമെങ്കിൽ നമ്മളത് ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്തിട്ട് വേണം വാങ്ങാനായിട്ട്. ഔട്ട് ഓഫ് വാറണ്ടി ആണ്. അപ്പം കംപ്ലൈൻറ്റ് ട്രേസ് ചെയ്യാം. അപ്പം ഈ കാണുന്ന CT ആണ് ഇതിൻ്റെ ഓവർലോഡ് ട്രിപ്പ് ചെയ്യുന്നത്. ഷണ്ട് ഇതിന് ഓവർലോഡ് ട്രിപ്പ് ചെയ്യുന്ന CT ഇതാണ്. പിന്നെ ഉള്ളത് 1, 2, 3 റിലേ ആണ് വരുന്നത്. ഒന്ന് ജനറേറ്റർ സ്വിച്ചിങ്ങിന്, KCB സ്വിച്ചിങ്ങിന് ഉള്ള റിലേ ആണ്. അപ്പം ഇതിൻ്റെ കംപ്ലൈൻറ്റ് അധികം വരല് റിലേ പോകുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിലേ കോയിൽ മാത്രം ഇത് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ സ്വിച്ചിങ്ങിന്. ഇതൊന്ന് നോക്കി നോക്കാം എന്താണ് കംപ്ലൈൻറ്റ്. മൾട്ടിമീറ്റർ വെച്ച് നമുക്ക് ട്രേസ് ചെയ്ത് നോക്കാം. ആദ്യം ഇലക്ട്രോണിക് സെക്ഷൻ ഡയോഡ്സ് ഉണ്ട്, സെൻട്രൽ ഡയോഡുകളൊക്കെ ഉണ്ട്. അപ്പം അതിലേതെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോയെന്ന് കഴിഞ്ഞ വീഡിയോ പറയുന്ന പോലെ തന്നെ മൾട്ടിമീറ്റർ വെച്ചും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം സാധാരണ നമ്മൾ മദർ ബോർഡൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നെഗറ്റീവ് ഭാഗം കണ്ടെത്തിയിട്ട് ഇതിനെ ബസറിലേക്ക് ഇടുക മൾട്ടിമീറ്ററിന്. എന്നിട്ട് ഇതിൻ്റെ ഇലക്ട്രോണിക്സ് വിഭാഗത്തിൽ നെഗറ്റീവ് പോയിൻ്റ് കണ്ടെത്തി അതിൽ പ്രോബ് വെക്കാം. ചെക്ക് ചെയ്യാം. ഈ കാണുന്ന ഷോർട്ട് ഡയോഡിൻ്റെ ഒരു എൻഡാണ്. അതായത് ഈ പ്രിൻ്റ് നെഗറ്റീവ് പ്രിൻ്റുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇപ്പോൾ കാണുന്ന ഷോർട്ട് ഡയോഡിൻ്റെ ആനോഡ് ഭാഗമാണിത്. ഇതാണ് ഈ ബോർഡിലെ കംപ്ലൈൻറ്റ്. ഡയോഡ് ഷോർട്ടാണ്.
ഇതൊരു HF ഡയോഡാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഓർഡർ ചെയ്ത് വരുത്തേണ്ടി വരും. ACCLൻ്റെ ഒക്കെ സ്പെയർ. ഇപ്പം ഒരു കംപ്ലൈൻ്റ് ഉണ്ട്, ഇപ്പോൾ ഒരു ഡയോഡ് ഇതിൽ ഷോർട്ടാണ്. നെക്സ്റ്റ് വേറെ ഏതെങ്കിലും ഭാഗങ്ങൾ ഷോർട്ട് നമുക്ക് നോക്കാം. ഈ ഒരു സെക്ഷനിൽ വേറെ ഭാഗത്ത് ഷോർട്ടില്ല. ഇതൊരു SMD കപ്പാസിറ്ററാണ്. ഈ കപ്പാസിറ്ററും ഷോർട്ടാണ്. ഇത് നെഗറ്റീവ് പ്രിൻ്റ് തന്നെയാണ്, അതുകൊണ്ടാണ് ഷോർട്ട് കാണിക്കുന്നത്. ട്രാൻസിസ്റ്ററിൻ്റെ ഒരു ലെഗാണത്. അപ്പം അതിൻ്റെ പ്രോസസ്സറിൻ്റെ ഏരിയയിൽ ഒരു കപ്പാസിറ്റർ, ഒരു SMD കപ്പാസിറ്റർ ഷോർട്ടായിട്ടുണ്ട്. ഇനി ഒരു സെക്ഷനും കൂടെ മാത്രമേ നമുക്ക് ചെക്ക് ചെയ്യാനുള്ളൂ. ഈ സെക്ഷനിലും ഒരു SMD ഡയോഡ് പോയിട്ടുണ്ട്. ഡയോഡിൻ്റെ ആനോഡിൽ നിന്നാണ് ഈ സൗണ്ട് വരുന്നത്. ഷോർട്ടാണ്. ഇതൊരു കോയിലാണ്, അതുകൊണ്ടാണത് കണ്ടിന്യൂറ്റി കാണിക്കുന്നത്. ഇനിയുള്ളത് റിലേ കോയിലാണ്, അതുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. റിലേ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്, ഓക്കെ ആണ്, കംപ്ലൈൻ്റ് ഇല്ല. അപ്പം നമുക്ക് പോയിരിക്കുന്ന കംപ്ലൈൻറ്റ് ഒരു SMD കപ്പാസിറ്റർ, ഒരു HF ഡയോഡ്, പിന്നെയുള്ളത് ഇത് വരുന്ന ഈ ഒരു SMD ഡയോഡ്. ഈ മൂന്നാണ് ഇത് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ACCLൻ്റെ ഫോൾട്ട് നമ്മൾ കണ്ടെത്തുക. ACCL തുറക്കാതെ ACCLൻ്റെ ഉള്ളിൽ വെറും റിലേ മാത്രമേ ഉള്ളൂന്ന് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആരും തെറ്റിദ്ധരിക്കേണ്ട. കൺട്രോൾ ബോർഡ് ഉണ്ട്, കൺട്രോൾ PCB, പ്രോസസ്സർ എല്ലാം ഇതിലുണ്ട്. ഈ പ്രോസസ്സറൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് വാങ്ങാൻ കിട്ടും. ഇത് എന്ത് കംപ്ലൈൻറ്റും നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പം ഇതിൽ അടുത്തുള്ളത് പിന്നെ സെനഡയോഡുകളിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്, 1-2 സെനഡയോഡ്. ആ സെനഡയോഡ് ശരിക്കും നമ്മൾ നെഗറ്റീവ് പോസിറ്റീവ് വെച്ചിട്ട് ചെക്ക് തന്നെ വേണം, വൺ സൈഡ് മാത്രം ചെക്ക് ചെയ്യരുത്. പിന്നെയുണ്ട് ഇത് ഒരു ഒപ്റ്റോ കപ്ലർ വരുന്നുണ്ട്. ഒപ്റ്റോ കപ്ലർ ഷോർട്ട് ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. സെപ്പറേറ്റിന് ഒപ്റ്റോ കപ്ലർ ഷോർട്ടില്ല. അപ്പം ഇത്രയും കംപ്ലൈൻറ്റുകളാണ് ഇതിലുള്ളത്. ഈ കമ്പോണൻസ് മാറ്റി കഴിഞ്ഞാൽ ഇത് ഓക്കെ ആവും.
കമ്പോണൻസ് ഓർഡർ ചെയ്തിട്ട് വരുന്ന ആ ടൈമിൽ അടുത്തത് റെഡി ആക്കിയിട്ട് ഇത് ഓണാക്കുന്നൊരു വീഡിയോ ഞാൻ ഇടുന്നതാണ്. ഇതാണ് ഒരു ACCLൻ്റെ ഉൾഭാഗം. ഇത് ഹെവൽസിൻ്റെ ഒരു ACCLാണ്, ഓട്ടോമാറ്റിക് ട്രാൻസ്ഫർ സ്വിച്ച്. അപ്പോൾ ഇതിൻ്റെ അടുത്ത പാർട്ട് വീഡിയോയിൽ വീണ്ടും കാണാം.